തൊടുപുഴ റോട്ടറി ക്ലബിന്റെയും ഫാർമേഴ്സ് ക്ലബിന്റെയും കിസാൻ സർവീസ് സൊസൈറ്റി തൊടുപുഴ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സെമിനാറും കർഷക സംഗമവും നടത്തി. മൂന്നാർ സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷാജുമോൻ ഇബി പരിപാടി ഉദ്ഘാടനം ചെയ്തു. റോട്ടറി ക്ലബിന്റെയും തൊടുപുഴ ഫാർമേഴ്സ് ക്ലബിന്റെയും കിസാൻ സർവീസ് സൊസൈറ്റി തൊടുപുഴ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സെമിനാറും കർഷക സംഗമവും നടത്തിയത്. കർഷകർക്ക് കൂടുതൽ വരുമാനം ലഭിക്കാൻ സാധ്യതയുള്ള ചന്ദനം, മലവേപ്പ് കൃഷികളുടെ തൈനടിയിൽ, പരിപാലനം, വിപണനം തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള കർഷക സെമിനാർ മൂന്നാർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷാജിമോൻ ഇബി ഉദ്ഘാടനം ചെയ്തു. ഇത് നട്ട് വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു പറമ്പിൽ ചന്ദനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുറിച്ച് വിൽക്കാൻ പറ്റുമോ? രണ്ടാമത്തെ ചോദ്യം. മുറിച്ച് വിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് തോമസ് സാർ. അദ്ദേഹത്തിന്റെ വീട്ടിൽ എനിക്ക് തോന്നി ഇപ്പോൾ ഒരു 10ഓളം ചന്ദനമരമുണ്ട് അല്ലേ? എന്തെങ്കിലും ആട്ടെ, ഒരു ചന്ദനമരം അദ്ദേഹത്തിന്റെ വീട് ഭീഷണിയായിട്ട് നിന്ന സമയത്ത് ഞാൻ മലപ്പുറത്തെ ഫോറസ്റ്റാണ്, അവിടെ ചെന്ന് റിപ്പോർട്ട് കൊടുത്തത് ഞാനാണ് അല്ലേ? എന്തായാലും അത് മുറിച്ചായിട്ടാണ് ഇപ്പോൾ പറഞ്ഞ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട 3.25 ലക്ഷം രൂപ കിട്ടിയെന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന് ഭൂമിയുടെ സ്റ്റാറ്റസ് എന്തായിരിക്കണം? പക്ക പട്ടയ ഭൂമി ആയിരിക്കണം എന്നത്. ഒരു കൈവശ ഭൂമിയിൽ നമ്മൾ ഒരു ഹൈറേഞ്ചിലേക്ക് നമുക്ക് വിഷയം പറഞ്ഞാൽ ചന്ദനം വെച്ച് പിടിച്ച് അവർക്ക് മുറിക്കാൻ കഴിയില്ല, ഒരു സംശയം വേണ്ട. അല്ലെ സർക്കാർ നിയമം മാറ്റണം, ഒരു തർക്കവും വേണ്ട. ഇവിടെയൊക്കെ നമുക്ക് കുഴപ്പമില്ല. ലോ റേഞ്ചിലൊക്കെ നമുക്ക് നല്ല പക്ക ഭൂമികളുണ്ട്, അവിടെ ചന്ദനം വെച്ച് പിടിച്ച് അവിടെയും കുഴപ്പമുണ്ട്. നമുക്ക് ഈ പറയുന്ന വന നിയമത്തിൽ പറയുന്ന 47A മുതൽ H വരെയുള്ള കാര്യങ്ങളാണ് ചന്ദനത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്. അതിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. ഒന്ന്, നമുക്കിപ്പോൾ നിലവില് ഒരു ചന്ദനമരം എന്നുള്ളത് ഉണങ്ങി നിൽക്കുകയാണെങ്കിൽ, കേടുവന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ജീവന സ്വത്തിന് ഭീഷണിയാണെങ്കിൽ, അതുമല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു വീട് പണിയണം ഉടമസ്ഥന്, അല്ലെങ്കിൽ ഒരു കെട്ടിടം പണിയണം, ഇത്തരം സാഹചര്യങ്ങൾ മാത്രമേ നിലവിൽ മുറിക്കാനുള്ളൂ. തൊടുപുഴ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ജോബ് കെ ജേക്കബിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മലവേപ്പ് കൃഷിയെക്കുറിച്ച് മൂലമറ്റം സെയിന്റ് ജോസഫ് അക്കാദമി അസിസ്റ്റന്റ് പ്രൊഫസർ ജിയോ കുര്യനും, ചന്ദനത്തെക്കുറിച്ച് റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസർ AT തോമസ്, സിജോ ജോസഫ് എന്നിവരും ക്ലാസുകൾ നയിച്ചു. മികച്ച ചന്ദന കർഷകനെ ആദരിച്ച യോഗത്തിൽ തടികളുടെ വിലകളെ സംബന്ധിച്ച് പ്ലൈവുഡ് കമ്പനി ഉടമകളായ പരീക്കുട്ടിയും അന്ത്രുവും കർഷകർക്കായി വിശദീകരിച്ചു. റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ബെന്നി ഇല്ലിമൂട്ടിൽ, തൊടുപുഴ ഫാർമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ടോം ചെറിയാൻ, വൈസ് പ്രസിഡന്റ് സോണി കിഴക്കേക്കര, കിസാൻ സർവീസ് സൊസൈറ്റി സെക്രട്ടറി രാജീവ് പാടത്തിൽ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പരിശുദ്ധ സ്വർണ്ണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ. സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം. വരൂ, അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ.